ചേട്ടാ, കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുന്നൊരു സാഹചര്യമാണ്. സാധാരണ കണ്ണൂരിലെ CPM ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കാണാത്തൊരു മുഖത്തെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഷാഫി പറമ്പിലാണ് ഇപ്പോൾ കണ്ണൂരിലെ സ്റ്റാർ എന്ന് പറയുന്നത്. സീൻ തൂക്കി ഷാഫി പറമ്പിൽ, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ഷാഫി ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കണം. UDFിൻ്റെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഷാഫി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. CPMൽ നിന്നും വിട്ടുവന്ന TK ഗോവിന്ദൻ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ TK ഗോവിന്ദനുണ്ട്, കുഞ്ഞികൃഷ്ണനുണ്ട്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ജന ആരവങ്ങളുമായിട്ട് ഷാഫിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ പരം ഒരു നാണക്കേട് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഇനി വരാനുണ്ടോ? ഷാഫിയെ കാണാൻ ആൾ കൂടുന്നു എന്ന് പറയുമ്പോൾ CPMന് വല്ലാതെ ഇതാവും, ഇത് പിടിക്കും, വിരൽ പിടിക്കും. അപ്പോൾ അങ്ങനെ CPM അത് മുൻകൂട്ടി കണ്ടാണ് ഈ ഷാഫിക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒക്കെ, ആദ്യം രാഹുൽ മാങ്കൂട്ടം പിന്നെ ഷാഫി, അങ്ങനെ ഒരു ടാർഗറ്റ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൽ ഷാഫി പെട്ടില്ല. ഷാഫിയെ സംബന്ധിച്ച് ഷാഫിക്ക് അങ്ങനെയുള്ള പേരുദോഷമൊന്നും വരാതെ പോവുകയും ഷാഫി അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഷാഫിയെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ചില്ല, നിയമസഭയിൽ മത്സരിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ, വടകരയിൽ ഷാഫിയുടെ പേര് തന്നെ പൊങ്ങി വന്നത് സതീശൻ്റെ ബുദ്ധിയായിരുന്നു. അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ശരിയായ തീരുമാനമായിരുന്നു. വടകരയിൽ ശൈലജയെ തോപ്പിക്കാൻ ഷാഫിയെ ഇറക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര തീരുമാനമായിരുന്നു. ആ തീരുമാനം വന്നതിനിപ്പുറം ഷാഫിയുടെ ജനപ്രിയത വർദ്ധിക്കുകയാണ് ചെയ്തത്. ജനപ്രിയത എന്ന് പറഞ്ഞാൽ ഷാഫിയുടെ ലീഡ് കണ്ട് CPM ഞെട്ടുകയാണ് ചെയ്തത്. അവിടെ മുതൽ അങ്കലാപ്പിലാണ് CPM. അങ്ങനെ ഷാഫി എന്ന മുതലിനെ, നമുക്കിങ്ങനെ തമാശയ്ക്ക് പറയാം, ഷാഫി എന്ന മുതലിനെ കോൺഗ്രസ് ഇറക്കുകയാണ്. എന്നാൽ ഷാഫിയുടെ പ്രത്യേകത ജനത്തിന് ഷാഫിയോട് ഭയങ്കര സ്നേഹമാണ്. അത് ഷാഫിയുടെ സംസാരം കൊണ്ടുണ്ടാകുന്നതാണ്. ഷാഫി ഗോവിന്ദ മാസ്റ്ററെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന നിൽക്കുന്ന സ്ഥലം മയ്യിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. ഇത് ഇവരുടെ കോട്ട എന്നാണ് പറയുന്നത്. അവിടെ ഗോവിന്ദ മാസ്റ്ററെയും കൊണ്ട് നിൽക്കുന്ന കണ്ടോ ജനം വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി വരുന്നത്. ഷാഫിയുടെ പ്രസംഗം ഒരിക്കലും എതിർ രാഷ്ട്രീയക്കാരന് പോലും വിരോധം ഉണ്ടാവില്ല. അതാണ് ഷാഫിയുടെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഷാഫി G. സുധാകരനെ കുറിച്ച് പറയുന്നു, അതുപോലെ ഗോവിന്ദ മാസ്റ്ററെ കുറിച്ച് പറയുന്നു, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന 60 വർഷത്തിലധികം പാർട്ടിയിൽ അംഗത്വമുള്ളവരെ കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് ഇവർ പുറത്തു വന്നു എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ CPMന് ഒരു വലിയ അവമതിപ്പ് തന്നെയാണ്. കാര്യം അവർക്കൊപ്പം ഉണ്ടായിരുന്ന, അവരുടെ തന്നെ പാർട്ടിയിൽ എത്രയെങ്കിലും കാലം ഉണ്ടായിരുന്ന 60-50 വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചവരെയാണ് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി കിട്ടുമ്പോൾ, തളിപ്പറമ്പൊക്കെ അവരുടെ കോട്ടയല്ലേ, പ്രധാന നേതാക്കൾ. അതെ, പ്രധാന നേതാക്കൾ. അപ്പോൾ അവിടെയും അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു കേരളത്തിൽ ആരാണ്? ഇപ്പോഴും രാഷ്ട്രീയ ശത്രു ആരാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിലെ ഒരു യുവ നേതാവ് അവരോട് സ്നേഹത്തോടെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, VD സതീശൻ്റെ ഭാഷയിൽ അദ്ദേഹം പറയും, കോൺഗ്രസ്സിന് വേണ്ടി ഇപ്പോഴും സഖാക്കൾ വോട്ട് ചെയ്യാനിരിക്കുകയാണെന്ന് അദ്ദേഹം പറയും. അത് ശരിയായിരിക്കാം. കാര്യം ഭരണം മാറേണ്ടത്, ഈ ഭരണം മാറരുത് എന്ന് പാർലമെൻ്ററി തലത്തിൽ വ്യാമോഹവുമായി നടക്കുന്ന CPM നേതാക്കളുടെ ഇതാണ്. അത് അധികാരമുള്ള CPMകാരനും പാർട്ടിയെ സ്നേഹിക്കുന്ന CPMകാരനും ഒന്ന് 2 വിഭാഗം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ പാർട്ടിയിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുക, അധികാരമില്ലാത്തവർ തീരുമാനിക്കുന്നത് ഇവിടെ സോഷ്യലിസവും അവരുടെ പാർട്ടിയും ഉണ്ടാകണമെങ്കിൽ വോട്ട് ഇത്തവണ മാറി ചെയ്തേ പറ്റൂ. അതാണ് ബഹുമാനപ്പെട്ട VD സതീശൻ പറയുന്നത്. അങ്ങനെ VD സതീശൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് അദ്ദേഹം കറക്റ്റ് എയിം ചെയ്ത്, കാര്യം ഷാഫി മത്സരിച്ചാൽ ഷാഫിക്ക് ഇപ്പോൾ മത്സരിക്കുന്ന പാലക്കാട് മാത്രം അങ്ങ് ഒതുങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ബാക്കി എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ ഒക്കില്ല. ഷാഫിയെ മലബാറിലേക്ക് തന്നെ അങ്ങ് ശരിക്കും നിർത്തിയിരിക്കുകയാണ്. കാര്യം കോഴിക്കോട് പിടിക്കണം, മലപ്പുറത്ത് ലീഗ് എന്തായാലും കൊണ്ടുവരും, കോഴിക്കോട് പിടിക്കണം, കണ്ണൂർ പിടിക്കണം. കഴിഞ്ഞ തവണ വോട്ട് പോയത് ന്യൂനപക്ഷ വോട്ട് കിട്ടി, ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളെ നോക്കാൻ പാർട്ടി ഉണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. ആ തോന്നലിലാണ് ഈ പറയുന്ന രീതിയിൽ കോഴിക്കോട് സീറ്റ് കിട്ടിയത്, കണ്ണൂർ സീറ്റ് കിട്ടി. കണ്ണൂർക്ക് അവർക്ക് കിട്ടും, എന്നാലും കോഴിക്കോട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലീഡ് കിട്ടി. ഒരു സീറ്റേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഷാഫിയെ അതിനുവേണ്ടി കരുതി വെച്ചിരിക്കുകയായിരുന്നു. ഷാഫി ആ കൃത്യം നിർവഹിച്ചുകൊണ്ട് വരികയാണ്. ശരിക്കും എതിരാളികൾ പോലും സമ്മതിച്ചു പോകും ഷാഫിയുടെ ആ ഒരു പൊളൈറ്റ്നെസ്. ഷാഫി ഭയങ്കര പൊളൈറ്റാണ്. ഷാഫിയുടെ ആ സംസാരത്തിൽ നമ്മൾ വീഴും, എതിർ രാഷ്ട്രീയക്കാരൻ പോലും വീഴും. ഷാഫിക്ക എന്ന് പിള്ളേർ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നാണ് വിളിക്കുന്നത്. അതിന് തിരിച്ച് അപ്രിസിയേഷനും അങ്ങനെ തന്നെയാണ്. അതാണ് ഷാഫിയുടെ ഒരു പ്രത്യേകത. ഷാഫിയെ ജനം
ഷാഫിയെ കയ്യിലെടുക്കുമ്പോൾ ഷാഫി അവരെ വാരി പുണരുകയാണ്. ഷാഫിയുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, ഷാഫിക്ക് ഒരു ജനപ്രിയതയുണ്ട്. ആ ഒരു ജനപ്രിയതയ്ക്ക് മുന്നിലാണ് വോട്ടുകൾ വീഴുന്നത്. പല നേതാക്കന്മാരെ അങ്ങനെ തന്നെയാണ്. അവരുടെ രാഷ്ട്രീയ ജീവിതങ്ങളാണെങ്കിലും മറ്റു പല കാര്യങ്ങളോടും നമുക്ക് രാഷ്ട്രീയ ഉണ്ടാവും, പക്ഷേ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. അത് നമ്മൾ പറയുന്നൊന്നുമല്ല, രാഷ്ട്രീയത്തിന് അതീതമായി ഇവരുടെ എതിർ ചേരികൾ നിൽക്കുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഷാഫിയുടെ ഇത്തരം വീഡിയോകളാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗമാണെങ്കിലും ശരി, ഇത്തരം ജന ആർവങ്ങളോടുകൂടിയുള്ള ഇത്തരം വീഡിയോകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പല കോംറൈഡുകൾ അല്ലെങ്കിൽ ബി ജെ പി ഈ ലേബലിൽ പെടുന്ന ആളുകളുടെ ഒരു കമൻറ്റുകൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതി ഉള്ള ഒരാളാണ്, ഇടതിൻ്റെ ഒപ്പമാണ് കാലാകാലങ്ങളായി ഞാൻ പ്രവർത്തിക്കുന്നത്, പക്ഷേ എന്നാലും എനിക്ക് ഷാഫിയെ ഇഷ്ടമാണ്. ഇത് ഈ ഇടത് രാഷ്ട്രീയക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, അതേപോലെ BJP നേതാക്കൾ അവർ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയം വേറെയാണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി നമുക്കൊരു വ്യക്തിയോട് സ്നേഹം വരിക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിൽ ഷാഫിക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിജയം കണ്ണൂരിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ രണ്ട് സ്ഥലങ്ങളിലും മുൻപ് ഇതിനു മുമ്പ് നമുക്ക് ആ ഒരു ഇലക്ഷന്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ തന്നെ ആ ഒരു കളം കണ്ണൂരിൽ എന്താണെന്ന് പൂർണ്ണ രേഖ ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് കേസ് ആയിരിക്കും അവിടെ പ്രധാന വിഷയം, അല്ലെങ്കിൽ കേസാണ് അവിടുത്തെ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന്. പക്ഷേ തുടക്കം കുറിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. അത് തന്നെ ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ കണ്ണൂർ അവരുടെ കോട്ടയാണല്ലോ, അവിടെ തന്നെ അവർക്കൊരു ചങ്കെടുപ്പായിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷയും കേസാണ്. കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കണ്ണൂർ നോക്കുന്നത് താനാണെന്നുള്ളത്. അപ്പോൾ കേസ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഷാഫി ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഷാഫി കത്തിച്ചു വിട്ടതിന് കുറച്ചുകൂടെ ഒന്ന് മാറ്റേകാൻ കേസും കൂടെ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ഇങ്ങ് UDF എടുക്കുമോ? UDF എടുക്കുന്ന വെച്ചാൽ തളിപ്പറമ്പും പയ്യന്നൂരും ഇപ്പം CPM പേടിക്കുന്നുണ്ട്. ആളും ആരവവും അവരുടെ തന്നെ കോട്ടകളിൽ ഷാഫിയെ കാണാനും ഈ പറയുന്ന TK ഗോവിന്ദൻ്റെ പര്യടനത്തിനും ഒക്കെ ജനം ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ അത് വല്ലാതെ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഷാഫി ഇറങ്ങുന്നതിൻ്റെ ഫലം തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്കുണ്ടാവും. പിന്നെ വേറൊരു കാര്യം നമുക്കിവിടെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലെ ചേർത്ത് പിടിക്കൽ എന്നേ നഷ്ടമായി കഴിഞ്ഞു. സ്വന്തം സഖാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സഖാവ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടുകാരൻ എന്നാണ്. ഇന്നിപ്പോൾ അവർക്ക് സ്നേഹിതന്മാരില്ല. ആ പാർട്ടിയിൽ പരസ്പരം സ്നേഹമോ പരസ്പരം ഒരു ഐക്യമോ ആ പാർട്ടിയിലില്ല. ആ പാർട്ടി ഇന്ന് 7 കീറാണ്. ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേരള ചരിത്രത്തിൽ CPM ഒരു വിമതൻ മത്സരിച്ചതായിട്ട് എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈ ചരിത്രത്തിൽ അതില്ലതാനും. അപ്പോൾ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഈ പാർട്ടി അധപ്പതിച്ചു. പരസ്പര ഐക്യം, അംഗങ്ങൾ, പാർട്ടി അണികൾ തമ്മിൽ, പാർട്ടിയിലെ പാർട്ടിക്കാർ സഖാക്കൾ തമ്മിൽ ഇല്ല. അത് എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ പണം, അധികാരം, പാർലമെൻ്ററി തലത്തിലെ വ്യാമോഹം, സംഘടനാ തലത്തിലെ മൂല്യച്യുതി, അപച്യുതി, അതാണ് ഇതിൻ്റെ എല്ലാം കാരണം. അവിടെയാണ് കോൺഗ്രസിൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് കോൺഗ്രസ് KC വേണുഗോപാൽ പാർട്ടിയിൽ വിമത ശബ്ദമുയർത്തി മത്സരിച്ചവരെ ചെന്ന് കണ്ട്, എടാ നിന്നെ ഞങ്ങൾ കാണും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. അവിടെ സത്യം പറഞ്ഞാൽ മനസ്സ് നിറയുകയാണ് ചെയ്തത്. AICCയിലെ ഒരു അംഗം സാധാരണ ഒരു പ്രാദേശിക നേതാവിനെ ചേർത്ത് പിടിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ ഗോവിന്ദനോ ഇത്തരത്തിൽ അവരുടെ ഒരു അണി മാറിപ്പോയ ഒരാളിനെ, എൻ്റെ ഓർമ്മയിൽ ആകെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വിമതനെ കൃഷ്ണദാസ് പോയി കൊണ്ടുവന്നിട്ട് നീ പോകരുത് എന്ന് പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. പാലക്കാട് ഈ ഇലക്ഷനിൽ ഉണ്ടായ ആ ഒരു രാഹുൽ മത്സരിച്ച സമയത്തുണ്ടായൊരു വിഷയമാണ്. അപ്പോൾ മാനുഷികത, സ്നേഹം, അങ്ങനെയുള്ള മൃദുല വികാരങ്ങൾ മനുഷ്യനാക്കുന്ന ആ ഒരു സ്നേഹത്തിലാണ്. അടുപ്പം, സ്നേഹം, സഖാവ് എന്ന് വിളിക്ക് അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്ന് വിളിക്ക് ഒരുപാട് അർത്ഥമുണ്ട്. അത് CPM തന്നെ നഷ്ടമായി. എന്തായാലും കോൺഗ്രസിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അല്ലെ, ഇത്തരം കാഴ്ചകൾ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ചാണ്ടി ഉമ്മന്റെ വീടിന് നേർക്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രൈക്ക്, ഒരു സമരം പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. BJPയുടെ ഇത്ര ലളിതമായ ഒരു സമരം ഒഴിവാക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടില്ല. അതിനുശേഷം വളരെ നേതാക്കളൊക്കെ ചാണ്ടി അവര് ഒരുമിച്ച് കൈ കൊടുത്തിട്ട് ചാണ്ടി ഉമ്മ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പിന്നീട് ഈ സമരക്കാർ പരാതിക്കാരായി മാറുന്ന ഒരു കാഴ്ച, ഇതൊക്കെ നമുക്കങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റില്ല. അത് കോൺഗ്രസിന്റെ ഒരു വെറുതെ ബലം പിടിച്ചിരിക്കുന്ന ഒരു രീതി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. CPM-ന് അതുണ്ട്. വെറുതെ ബലം പിടിച്ചിരിക്കുക, ബലം പിടിച്ച് വാ തുറന്ന് സംസാരിച്ചാൽ മുത്തുപൊഴിയും. എന്തായാലും കോൺഗ്രസിന്റെ ഒരു വൻ വിജയം തന്നെയാണ്. ഷാഫി പറമ്പിൽ
പറമ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷാഫി ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും നിങ്ങൾ നല്ലൊരു ഷാഫി നിറഞ്ഞു നിൽക്കും, ജനം ഷാഫിയെ കാണും, അത് വോട്ടായി മാറും അല്ലേ? എന്തായാലും ടി കെ ഗോവിന്ദന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഷാഫി പറമ്പിലിന്റെ പ്രകടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവരെ അഭിസംബോധന ഈ കൺവെൻഷനുകളിൽ നിന്ന് സംസാരിക്കുമല്ലോ, അപ്പോൾ അതും കൂടെ ആകുമ്പോഴേക്കും ഒരു ഏകദേശം അല്ലെങ്കിൽ ഒരു തീരുമാനമായിക്കോളും കണ്ണൂരിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ബാക്കി കൺവെൻഷനുകളും നടക്കാറുണ്ട്, എല്ലായിടത്തും നേതാക്കൾ എത്താനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു.